മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോയാണെങ്കിൽ മഹിയെ കാണുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മഹിയോടായിട്ട് പറയുന്നു. മഹി ഇത് കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ണൻ സാറിനോട് പറയാതെ ഇത്രയും നാൾ ഇരുന്നത് വളരെ മോശമായി പോയെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മാർക്കോ ആണെങ്കിൽ പറയുന്നുണ്ട് മഹിയോട്. കണ്ണേട്ടൻ ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ മറച്ചു വെച്ചത്. അതൊന്നും പറയാനുള്ള ധൈര്യം എനിക്കില്ലാതിരുന്നതും അതുകൊണ്ടാണെന്നെല്ലാം മഹിയാണെങ്കിൽ മാർക്കോനോടായിട്ട് പറയുന്നു. ഇനി ഇതൊക്കെ കണ്ണൻ സാർ അറിഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ മഹിയെ സ്നേഹിക്കുമോ എന്നുള്ള കാര്യത്തിലെല്ലാം എനിക്ക് സംശയമുണ്ടെന്നെല്ലാം മാർക്കോ പറയുന്നത് കേട്ട് ആകെ ഭയന്ന് വിറയ്ക്കുകയാണ് നമ്മുടെ മഹാലക്ഷ്മി. കണ്ണൻ സാർ ഏതായാലും അറിയാത്ത സ്ഥിതിക്ക് ഇനി ഇത് കണ്ണൻ സാറിനോട് പറയാനൊന്നും നിൽക്കേണ്ട, അയാളുടെ വായിൽ നിന്ന് കണ്ണൻ സാർ ഇതൊരിക്കലും അറിയാതിരിക്കട്ടെ എന്നെല്ലാം മാർക്കോ പറയുന്നത് കേട്ട് മഹിയാണെങ്കിൽ ആകെ പരിഭ്രമിക്കുന്നുണ്ട്. പിന്നീട് മാർക്കോ പറഞ്ഞത് കേട്ട് മഹിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് പ്രതാപനെ കാണാൻ. ഹോസ്പിറ്റലിൽ എത്തുന്നതും മഹിയെ കണ്ടതും പ്രതാപനാണെങ്കിൽ ആകെ സന്തോഷം കൊണ്ട് പ്രതാപൻ പറയുന്നുണ്ട്, മോളെ നിന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, എത്രയും പെട്ടെന്ന് കണ്ണനോട് ഈ കാര്യങ്ങളെല്ലാം പറയണം, അല്ലാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ ഇവൻ്റെ കാര്യമെല്ലാം ഇങ്ങനെയാണ് മോളെ, ഇവനാണെങ്കിൽ ഇപ്പോൾ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ നീ ആരോടെങ്കിലും പറയുമെന്നാണ് ഞാനും കർണമോളും ഇവനും വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഇവൻ തന്നെ വരുന്നവരോടും പോകുന്നവരോടുമെല്ലാം ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് എന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ട് മഹി ആകെ പരിഭ്രമിക്കുന്നു. പിന്നീട് പ്രതാപനോടായിട്ട് മഹി ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം കണ്ണേട്ടൻ അറിഞ്ഞാൽ കണ്ണേട്ടൻ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കോ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും, എനിക്ക് ജീവിക്കേണ്ട മോളെ, എനിക്ക് മതിയായി, ഞാൻ എത്രയും പെട്ടെന്ന് മരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, എനിക്ക് വിശ്വനാഥൻ്റെ അടുത്ത് പോകാനായിട്ട് ധൃതി കൂട്ടിയിരിക്കുകയാണെന്നെല്ലാം മഹിയോടായിട്ട് പറയുമ്പോൾ മഹിയാണെങ്കിൽ ആകെ വല്ലാതെ ഭയക്കുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് മഹിയാണെങ്കിൽ കണ്ണനെ കാണാനായിട്ട് ഓഫീസിലെത്തുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ ആണ് മഹിയെ കാണുന്നതും തൻ്റെ രണ്ടാനച്ഛൻ്റെ കൂടെയാണ് ഇപ്പോൾ എൻ്റെ അച്ഛൻ. ഇതുവരെയും എൻ്റെ അച്ഛനാണെങ്കിൽ തൻ്റെ രണ്ടാനച്ഛനെ കണ്ടിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാണ് അയാളുടെ ദേഹത്ത് എൻ്റെ അച്ഛൻ്റെ പ്രേതം കയറുന്നതെന്നെല്ലാം കണ്ണൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിലെല്ലാം മഹിയാണെങ്കിൽ ആകെ വല്ലാതെ പരിഭ്രമിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എൻ്റെ ബലമായ സംശയം അയാളുടെ ലോറിയാണോ ഞങ്ങളുടെ വണ്ടിയിലാണ് ഇടിച്ചതെന്ന് എനിക്ക് സംശയമുണ്ടെന്നെല്ലാം മഹിയോടായിട്ട് പറയുമ്പോൾ മഹിക്കാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും ആകെ ഭയമാകുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തുന്ന കണ്ണൻ്റെ അടുത്ത് ഉണ്ണിയാണെങ്കിൽ ഇന്ന് മാർക്കോ ആണെങ്കിൽ തന്നെ ഭയപ്പെടുത്തിയ കാര്യം പറയാനായിട്ട് എത്തുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട്, അവനെന്തിനാണ് എന്നെ ഭയപ്പെടുത്തുന്നത്, അവർ പറഞ്ഞിട്ടായിരിക്കും അവൻ എന്നെ ഭയപ്പെടുത്താൻ എത്തിയതെന്നും അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അവനാണെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞതിൻ്റെ ദേഷ്യം തീർക്കാനാണ് അവൻ എന്നെ വന്ന് ഭയപ്പെടുത്തിയതെന്നെല്ലാം ഉണ്ണിയാണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ ബഹുമാനമായിരിക്കും, നിങ്ങൾ അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ എനിക്ക് അവരോട് ഒട്ടും ബഹുമാനമില്ല, അവരാണെങ്കിൽ പഠിച്ച കള്ളിയാണെന്നെല്ലാം മഹിയെക്കുറിച്ച് പറയുന്നത് കേട്ട് ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കണ്ണൻ. പിന്നീട് വാമദേവനെയാണ് കാണിക്കുന്നത്. വാമദേവൻ പറയുന്നുണ്ട്, അയാളാണെങ്കിൽ ഇപ്പോൾ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ കാര്യങ്ങളെല്ലാം തന്നെ പുറത്ത് പറയുന്നുണ്ട്. പക്ഷേ അയാൾ പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ല, കാരണം അയാൾക്കാണെങ്കിൽ സമനില തെറ്റിയെന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം അറിയാവുന്ന ഒരുത്തിയുണ്ടല്ലോ ആ മഹാലക്ഷ്മി, അവളെയും കുഞ്ഞിനെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള സമയമായി കഴിഞ്ഞു. ഇത് കേൾക്കുന്ന സീമന്തിനി പറയുന്നുണ്ട്, പിന്നെ എന്തിനാണ് അമാന്തിക്കുന്നത്, അത് എത്രയും പെട്ടെന്ന് ആയിക്കൂടെ, ആദ്യം അവളെയും കുഞ്ഞിനെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക, അപ്പോൾ ഈ സത്യം അതോടുകൂടി അങ്ങോട്ട് മൂടിപ്പോകില്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ട് വാമദേവനാണെങ്കിൽ ഒന്ന് ആലോചിക്കുന്നു, എത്രയും പെട്ടെന്ന് മഹിയെയും കുഞ്ഞിനെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം എന്നയാൾ ഉറപ്പിക്കുന്നു. പിന്നീട് പ്രതാപനെയാണ് കാണിക്കുന്നത്. പ്രതാപനാണെങ്കിൽ യാതൊരുവിധ വെളിവുമില്ലാതെ കഥകളി മുദ്രകളെല്ലാം തന്നെ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇത് കണ്ട് മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പ്രതാപ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇതെല്ലാം വിശ്വനാഥന് ഭയങ്കര ഇഷ്ടമാണ് അമ്മേ, വിശ്വനാഥന് ഡാൻസും പാട്ടുമൊക്കെ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് കണ്ണൻ വരുന്നുണ്ട് പ്രതാപനെ കാണാനായിട്ട് വരുന്നത് മുത്തശ്ശിയാണെങ്കിൽ ആകെ ഭയക്കുന്നുണ്ട്. ഇനി എന്തെല്ലാം കാര്യങ്ങളാണോ ഇവൻ വിളിച്ചു പറയാൻ പോകുന്നതെന്ന് ഓർത്ത് പ്രതാപനാണെങ്കിൽ കണ്ണനെ കാണുന്നത് വളരെ സന്തോഷമാകുന്നുണ്ട്. വേഗം വരും മോനെ കണ്ണാൻ, നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, ഇവരോടല്ല എത്ര പ്രാവശ്യം പറഞ്ഞതാണ് നിന്നെ ഈ വിവരമൊന്നും അറിയിക്കാൻ, ഇവരാരും ഒന്നും അറിയിക്കുന്നില്ല, എനിക്കാണെങ്കിൽ വന്ന് പറയാനുള്ള ആരോഗ്യം പോലുമില്ല, അല്ലെങ്കിൽ ഞാൻ നിന്നോട് നേരിട്ട് വന്ന് പറഞ്ഞേനെ എന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ എന്താണ് കാര്യമെന്ന് പ്രതാപനോട് ചോദിക്കുന്നു. പ്രതാപൻ പറയുന്നുണ്ട്, മോനെ നിൻ്റെ അച്ഛനെ കൊന്നതും നിന്നെ ഈ വീൽ ചെയറിലാക്കാൻ കാരണക്കാരനും ഈ ഞാനാണെന്നെല്ലാം പറയുന്നത് കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ് നമ്മുടെ കണ്ണനാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്.
പ്രതാപനെ അപ്പോൾ തന്നെ കൊല്ലാനുള്ള ദേഷ്യമാണ് കണ്ണനുണ്ടാകുന്നത്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരൻ ആ വാമദേവനാണ്. അയാളാണ് എനിക്ക് കാശ് തന്ന് കൊട്ടേഷൻ തന്നതെല്ലാം അയാൾ പറഞ്ഞ പ്രകാരമാണ് ഞാൻ കണ്ണൻ്റെ അച്ഛനെ കൊന്നതെന്നെല്ലാം ഏറ്റു പറയുന്നുണ്ട് നമ്മുടെ പ്രതാപൻ. ഇത് കേട്ട് സമനില തെറ്റിപ്പോകുന്നത് പോലെ ആകുന്നുണ്ട് കണ്ണനെ. അങ്ങനെ കണ്ണനാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാർക്കോനെ കാണാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ മാർക്കോനെയും കൂട്ടിക്കൊണ്ട് തന്നെ കണ്ണനാണെങ്കിൽ വാമദേവനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ വാമദേവൻ വരുന്ന വഴിയിൽ തന്നെ ഇവരെ കാത്തു നിന്ന് വാമദേവൻ്റെ വണ്ടിയെല്ലാം തടയുന്നുണ്ട്. വാമദേവൻ ഇവരെ കാണുന്നതും ആകെ ഭയന്ന് വിറയ്ക്കുന്നു. അങ്ങനെ മാർക്കോ ആണെങ്കിൽ വാമദേവനെ വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് ഇടിയെല്ലാം കൊടുക്കുന്നുണ്ട്. അതേസമയം കണ്ണനെ കാണുന്നതും വാമദേവൻ കരഞ്ഞുകൊണ്ട് തന്നെ കണ്ണൻ്റെ അടുത്ത് ഓടിയെത്തുന്നുണ്ട്. മോനെ, നീ ഇവരെ അടുത്തുനിന്ന് എന്നെ രക്ഷപ്പെടുത്തണം എന്നെല്ലാം പറയുന്നുണ്ട്. ഇനി ഇവരെല്ലാം തന്നെ കൊല്ലാൻ പോകുന്നത് ഞാനാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ വാമദേവൻ്റെ അടുത്തോട്ട് എത്തുന്നുണ്ട്. ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്തിട്ട് താൻ ഇനി ജീവിക്കണ്ടടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ വാമദേവൻ്റെ വയറ്റിനിട്ട് കത്തി കൊണ്ട് നല്ലൊരു കുത്തു കൊടുക്കുന്നു. അതോടുകൂടി വാമദേവൻ്റെ കഥ കഴിക്കുകയാണ് കണ്ണൻ. അങ്ങനെ തൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്ത വാമദേവനെ ക്രൂരമായിട്ട് തന്നെ കണ്ണനാണെങ്കിൽ കൊലപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.